ഐതിഹ്യ കഥകളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ചെങ്ങന്നൂർ ഭഗവതിയുടെ ബാക്കി കഥയാണ് ഞാനിന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കേൾക്കാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് ഇത് കേൾക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ കഥ ഞാൻ പറഞ്ഞു തുടങ്ങുന്നു. പറവൂർ വരെയുള്ള വടക്കൻ പ്രദേശങ്ങളും അവയിലുള്ള അനേകം ക്ഷേത്രങ്ങളും തിരുവിതാംകൂറിൽ ചേർത്തതിന് ശേഷം ദേവസ്വങ്ങളിലെ പതിവ് കണക്കുകൾ പരിഷ്കരിച്ച് മാറ്റി എഴുതി ശരിപ്പെടുത്തിയത് ബ്രിട്ടീഷ് പ്രസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന മൺറോ സാഹിബായിരുന്നല്ലോ. ചെങ്ങന്നൂർ ദേവസ്വം വക പതിവ് കണക്ക് പരിഷ്കരിച്ചപ്പോൾ ദേവി ഋതുവായാൽ തൃപ്പൂർ താറാട്ട് വരെയുള്ള ചെലവുകളുടെ പതിവ് അദ്ദേഹം തള്ളിക്കളഞ്ഞു. ദേവി ഋതുവാകുമെന്നുള്ളതിൽ അദ്ദേഹത്തിന് ലേശവും വിശ്വാസമുണ്ടായില്ല. അത് ചില ജനങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിചാരം. എങ്കിലും ആ പതിവ് കണക്ക് വെട്ടിക്കുറച്ചപ്പോൾ സായിപ്പിന്റെ ഭാര്യയായ മദാമയ്ക്ക് രക്തസ്രാവം ആരംഭിച്ചു. അതിന് പല ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. അതിനാൽ സായിപ്പിന്റെ ഇഷ്ടനും കണക്കെഴുത്തുകാരനുമായിരുന്ന ഒരു നായർ സായിപ്പിന്റെ അറിവും സമ്മതവും കൂടാതെ ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് മദാമയുടെ രോഗത്തിന് കാരണമെന്താണെന്നും അതിന്റെ പ്രതിവിധി എന്താണെന്നും പ്രശ്നം വെപ്പിച്ച് നോക്കി. അപ്പോൾ പ്രശ്നക്കാരൻ രോഗകാരണം ചെങ്ങന്നൂർ ഭഗവതിയുടെ വിരോധമാണെന്നും അവിടുത്തെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയാൽ രോഗം ഭേദമാകുമെന്നും വിധിച്ചു. സായിപ്പിന്റെ ഇഷ്ടനായ നായർ ആ സംഗതി ഗൂഢമായി സായിപ്പിനെ ഗ്രഹിപ്പിച്ചു. ഇത് കേട്ടിട്ട് സായിപ്പ്, എന്നാൽ മദാമയുടെ സുഖക്കേട് ഉടനെ ഭേദമാകട്ടെ, ആ ദേവസ്വത്തിലെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കിയേക്കാം എന്നു മാത്രമല്ല, ആണ്ടുതോറും ദേവി ആദ്യം ഋതുവാകുമ്പോൾ അത് സംബന്ധിച്ചുള്ള ചെലവുകൾ പലിശ കൊണ്ട് കഴിയുവാൻ തക്കവണ്ണമുള്ള സംഖ്യ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ദേവസ്വത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തേക്കാം എന്നു പറയുകയും ഉടനെ ഒരു സംഖ്യ എടുത്ത് പ്രത്യേകം കെട്ടിവയ്ക്കുകയും ചെയ്തു. അനന്തരം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മദാമയുടെ ദീനം നിശേഷം ഭേദമായി അവർ പൂർവ്വസ്ഥിതിയെ പ്രാപിച്ചു. അപ്പോൾ സായിപ്പ് ചെങ്ങന്നൂർ ഭഗവതിയുടെ മഹാത്മ്യം അത്ഭുതാവഹം തന്നെ എന്ന് പറയുകയും ഉടനെ ചെങ്ങന്നൂർ ചെന്ന് ദേവസ്വത്തിലെ പതിവ് കണക്ക് പൂർവ്വസ്ഥിതിയിലാക്കുകയും താൻ നിശ്ചയിച്ച് കെട്ടുവെച്ച സംഖ്യ ദേവസ്വത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊല്ലം 1055 നാട് നീങ്ങിയ ആയില്യം തിരുനാൾ മഹാരാജാവ് തിരുമനസിലെ കാലത്ത് സൂര്യനാരായണയ്യൻ എന്നു പേരായ ഒരു പരദേശ ബ്രാഹ്മണൻ സ്വൽപ്പ ശമ്പളമായ ഒരു സർക്കാർ ഉദ്യോഗത്തോടു കൂടി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തിരുമനസിലേക്ക് എന്തോ ഒരു വിരോധമുണ്ടായി തീരുകയാൽ അദ്ദേഹത്തെ പിടിച്ച് തൊവാളകോട്ട, അതായത് തിരുവിതാംകൂറിന്റെ അതിർത്തി കടത്തിവിടാൻ കൽപ്പനയുണ്ടാവുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആരും അറിയാതെ ഉപായത്തിൽ മടങ്ങി വന്ന് തിരുവല്ലയിലെത്തി. വിദ്വാൻ ഭട്ടതിരി എന്ന് പ്രസിദ്ധനായിരുന്ന കുഴിക്കാട്ട് അച്ഛൻ ഭട്ടതിരിയുടെ അടുക്കൽ നിന്ന് ചില മന്ത്രോപദേശങ്ങളും വാങ്ങിക്കൊണ്ട് ചെങ്ങന്നൂർ ചെന്ന് ദേവി സന്നിധിയിൽ ഭജനം തുടങ്ങുകയും ഒരു പുഷ്പാഞ്ജലി തുടങ്ങിക്കുകയും ചെയ്തു. പുഷ്പാഞ്ജലിക്കുള്ള മന്ത്രം ആ ബ്രാഹ്മണൻ സോപാനത്തിങ്കിൽ നിന്ന് ചൊല്ലിക്കൊടുക്കുകയും ശാന്തിക്കാരൻ അത് കേട്ട് ചൊല്ലി പുഷ്പാഞ്ജലി ചെയ്യുകയുമായിരുന്നു. അങ്ങനെ 41 ദിവസം കഴിഞ്ഞപ്പോൾ മഹാരാജാവിന്റെ തിരുമനസിൽ സൂര്യനാരായണനെ വരുത്തി ഉദ്യോഗം കൊടുക്കണമെന്ന് തോന്നി തുടങ്ങി. ഉടനെ അദ്ദേഹത്തെ എവിടെ നിന്നെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊണ്ടുവരണമെന്ന് കൽപ്പനയാവുകയും കൽപ്പന പ്രകാരം പല സ്ഥലങ്ങളിലേക്കും എഴുതി അയച്ചും ആളുകളെ അയച്ചും മുറയ്ക്ക് അന്വേഷണം തുടങ്ങുകയും ചെയ്തു. ഭജന 90 ദിവസമായപ്പോഴേക്കും ചിലർ ചെങ്ങന്നൂരെത്തി അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും ഉടനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി തിരുമുമ്പാകെ ഹാജരാക്കുകയും ഉടനെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ കാർത്തികപ്പള്ളി താലൂക്കിൽ തഹസിൽ മജിസ്ട്രേറ്റായി നിയമിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പല താലൂക്കുകളിൽ തഹസിൽ മജിസ്ട്രേറ്റായും ഒടുക്കം കണ്ടെഴുത്ത് പേഷ്കാരായും വളരെ കാലം ഇരുന്നതിന് ശേഷമാണ് മരിച്ചത്. മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് ഉദ്യോഗമുണ്ടായിരുന്നു. അദ്ദേഹം ഉദ്യോഗത്തിലിരിക്കുന്ന കാലത്തും ആണ്ടുതോറും 3 പ്രാവശ്യത്തിൽ കുറയാതെ ചെങ്ങന്നൂർ ചെന്ന് ദർശനം കഴിക്കുകയും പുഷ്പാഞ്ജലി നടത്തിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ചിലപ്പോൾ 100-200 പറ പൂവുകൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ചിരുന്നു. ആ സൂര്യനാരായണയ്യന്റെ ഭജനകാലം മുതൽക്കാണ് ചെങ്ങന്നൂർ ഭഗവതിക്ക് പുഷ്പാഞ്ജലി ഒരു പ്രത്യേക വഴിപാടായി തീർന്നത്. ഇപ്പോൾ ജനങ്ങൾ ഓരോ കാര്യങ്ങൾ സാധിക്കുന്നതിനായി അവിടെ യഥാശക്തി 2 മുതൽ 2000 പണം വരെ ചെലവ് ചെയ്ത് പുഷ്പാഞ്ജലി നടത്തിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ദിവസം 10-12 പേരുടെ പേർക്കെങ്കിലും പുഷ്പാഞ്ജലി ഉണ്ടാകാതെ ഇരിക്കാറില്ല. ചിലപ്പോൾ 100-150 അതിലധികം പേരുടെ പേർക്കും ഉണ്ടാകാറുണ്ട്.
MC നാരായണപിള്ള എന്നൊരാൾ ചെങ്ങന്നൂർ തഹസിൽദാരായിരുന്ന കാലത്ത് അക്കൊല്ലത്തെ ഉത്സവം പതിവിലധികം കേമമാക്കണമെന്ന് വിചാരിച്ച് അതിന് തക്കവണ്ണം വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്ത് ഉത്സവം കെങ്കേമമായി നടത്തി തുടങ്ങി. 26ാം ഉത്സവമായപ്പോഴേക്കും ദേവി ഋതുവായിരിക്കുന്നു എന്നുള്ള അടയാളം ഉടയാടയിൽ കാണുകയും ആ വിവരം വാര്യർ ദേവസ്വക്കാരെ അറിയിക്കുകയും ചെയ്തു. ദേവി ഋതുവായാൽ പിന്നെ അവിടെ ആഘോഷങ്ങളൊന്നും പതിവില്ലാത്തതിനാൽ ഇതറിഞ്ഞപ്പോൾ തഹസിൽദാർക്ക് വളരെ കുണ്ഠിതമുണ്ടായി. അദ്ദേഹം വാര്യരെ വിളിച്ച് ദേഷ്യപ്പെടുകയും ശകാരിക്കുകയും ഒന്നുമില്ലാതെയാക്കി തീർക്കുന്നതിന് സ്വകാര്യമായി തന്ത്രിയെ ചട്ടം കെട്ടുകയും ചെയ്തു. വാര്യർ ഉടയാട താഴമൺ മഠത്തിൽ കൊണ്ടുചെന്നപ്പോൾ അകത്ത് കാണിക്കാതെ തന്ത്രി വാങ്ങി നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞു മടക്കി കൊടുത്തയച്ചു. ദേവി ഋതുവായാൽ പതിവുള്ളതുപോലെയൊന്നും ചെയ്യാതെ ഉത്സവം തഹസിൽദാർ വിചാരിച്ചതുപോലെ തന്നെ കേമമായി നടത്തി. എങ്കിലും ഉത്സവം മുഴുവനാകുന്നതിന് മുമ്പ് തന്നെ തന്ത്രിയുടെ അന്തർജനത്തിനും തഹസിൽദാരുടെ ഭാര്യയ്ക്കും രക്തസ്രാവം ആരംഭിച്ചു. ഉത്സവം കഴിഞ്ഞപ്പോഴേക്കും അത് 2 പേർക്കും കലശലായി. പിന്നെ പ്രശ്നവിധി പ്രകാരം തന്ത്രിയും തഹസിൽദാരും ദേവിയുടെ നടയിൽ പ്രായശ്ചിത്തം ചെയ്യുകയും പുഷ്പാഞ്ജലി മുതലായ അനേകം വഴിപാടുകളും ദേവി ഋതുവായപ്പോൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ ഇരുന്നതിന് ചില പ്രതിവിധികളും നടത്തുകയും ചെയ്തപ്പോൾ 2 പേർക്കും സുഖമാവുകയും ചെയ്തു. കുംഭകോണത്തുകാരനും വലിയ ധനവാനുമായ ഒരു രായരുടെ ഭാര്യയ്ക്ക് ഒരിക്കൽ ഒരു ബാധോപദ്രവം ഉണ്ടായി. ആ ദേവതാഗോഷ്ഠി കണ്ടാൽ വലിയ മുഴുഭ്രാന്താണെന്ന് തന്നെ തോന്നുമായിരുന്നു. അതിന് പല വിധത്തിലുള്ള ചികിത്സകളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്യിച്ചിട്ടും യാതൊരു ഭേദവും കണ്ടില്ല. അപ്പോൾ സേതുസ്നാനം ചെയ്യിച്ചാൽ ഇത് ഭേദമാകുമെന്ന് ആരോ പറയുകയാൽ രായർ ഭാര്യയെയും കൊണ്ട് രാമേശ്വരത്തേക്ക് പുറപ്പെട്ടു. മധുരയിൽ വെച്ച് യജ്ഞവേദശാസ്ത്രികൾ എന്നൊരു വിദ്വാനെ കാണുകയും അദ്ദേഹം ഇതിനെ സേതുസ്നാനമല്ല വേണ്ടത്, ചെങ്ങന്നൂർ ഭഗവതിയുടെ സന്നിധിയിൽ ഒരു മണ്ഡലം ഭജിക്കുകയും പുഷ്പാഞ്ജലി ചെയ്യുകയുമാണ് യുക്തമായിട്ടുള്ളത്. അത് രണ്ടും ചെയ്താൽ ഈ ഉപദ്രവം മാറും, പിന്നെ വേണമെങ്കിൽ സേതുസ്നാനവും കഴിക്കാം എന്ന് പറയുകയാൽ രായർ ഭാര്യയോടുകൂടി ചെങ്ങന്നൂരെത്തി ഭജനവും പുഷ്പാഞ്ജലിയും തുടങ്ങിച്ചു. 40ാം ദിവസം ആ രായർ സ്ത്രീയിൽ ആവേശിച്ചിരുന്ന ബാധ തുള്ളി അവർ അണിഞ്ഞിരുന്ന അമൂല്യങ്ങളായ ആഭരണങ്ങളെല്ലാം അഴിച്ച് ദേവിയുടെ നടയിൽ വെച്ചിട്ട് സത്യം ചെയ്ത് ബാധ ഒഴിഞ്ഞുപോയി. അത് അത്യുഗ്രമായ ഒരു ബ്രഹ്മപ്രേതമായിരുന്നു അത്രേ. രായർ സന്തോഷിച്ച് പിന്നെയും പല വഴിപാടുകൾ കഴിക്കുകയും വിലയേറിയ ഒരു പട്ടും ഏതാനും പണവും കൂടി ഭഗവതിയുടെ നടയിൽ വെച്ച് വന്ദിക്കുകയും ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ ഭാര്യയോട് കൂടി മടങ്ങിപ്പോയി. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത്, ഇത് ഏകദേശം 11 കൊല്ലം മുമ്പുണ്ടായ സംഗതിയാണ്. ഇങ്ങനെ അവിടെ ഭജനം ഇരുന്നിട്ട് അടുത്ത കാലത്ത് തന്നെ അനേകം പേരുടെ ബാധകൾ സത്യം ചെയ്ത് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അവയെല്ലാം പ്രത്യേകം വിവരിക്കുവാൻ ഇപ്പോൾ നിവൃത്തിയില്ല. ഈ പടിഞ്ഞാറേ നടയിലെ സത്യത്തിന്റെ സ്വഭാവം കൂടി ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഈ ഉപന്യാസം അവസാനിപ്പിക്കണമെന്നേ വിചാരിക്കുന്നുള്ളൂ. കോർട്ട് വിധി പ്രകാരവും മറ്റും സത്യം ചെയ്യുന്നതിനായി അവിടെ ചെന്നാൽ പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അകത്ത് വശത്ത് വലതുഭാഗത്തുള്ള കട്ടിളക്കാലോട് ഒട്ടടുത്ത് തറയ്ക്ക് അല്പം താഴത്തുമായിട്ടുള്ള ദ്വാരത്തിൽ കൈവിരലിട്ടുകൊണ്ട് ഗോപുര പടിയിന്മേൽ നിന്നുകൊണ്ടാണ് സത്യം ചെയ്യുക പതിവ്. കള്ളസത്യമാണെങ്കിൽ ദ്വാരത്തിലിടുന്ന കൈവിരലിന്മേൽ ഒരു സർപ്പം ദംശിക്കുകയും സത്യം ചെയ്യുന്നയാൾ ഗോപുരത്തിന് പുറത്തേക്ക് മലർന്നു വീഴുകയും മരിക്കുകയും ഉടനെ കഴിയും. ഈ ഏർപ്പാടിന്റെ ഭയങ്കരത്വം നിമിത്തം വളരെ കാലമായിട്ട് ഇവിടെ സത്യം ചെയ്യുവാൻ ആരും സന്നദ്ധരാകാറില്ല. ചെങ്ങന്നൂർ പടിഞ്ഞാറേ നടയിലെ സത്യം എന്ന് കേൾക്കുന്നത് തന്നെ ജനങ്ങൾക്ക് പേടിയാണ്. പിന്നെ അതിനാരെങ്കിലും പുറപ്പെടുമോ? ഇങ്ങനെ ഈ ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഇനിയും വളരെ പറയാനുണ്ട്. എങ്കിലും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തുന്നു. ഈ കഥ കേൾക്കുന്ന ചെങ്ങന്നൂർ ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ദേവിയുടെ മഹാത്മ്യം നിങ്ങൾക്കറിയാവുന്നതുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ.